about the integral, definition of the integral. അപ്പം നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ സൈൻ്റെ ഏരിയയും അതുപോലെ എന്താ ലോവർ സമ്മും അപ്പർ സമ്മും ഒക്കെ നമ്മൾ എന്താണെന്ന് കണ്ടു. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നതാണ് ഇൻ്റഗ്രേഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ഇൻ്റഗ്രൽ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. അപ്പോൾ എന്താ നോക്കാം. Let f be a function defined on closed interval ab. We say that f has an integral or f is integrable if upper and lower sums for f can be found which are arbitrarily close together. അപ്പോൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. അത് ഇൻ്റഗ്രബിൾ ആണ്, അല്ലെങ്കിൽ എഫിനൊരു ഇൻ്റഗ്രൽ ഉണ്ട് എന്ന് നമുക്ക് പറയണമെങ്കിൽ അതിൻ്റെ അപ്പർ സമ്മും ലോവർ സമ്മും അത് ആർബിട്രറി ക്ലോസ് ആവണം. അപ്പർ സമ്മും ലോവർ സമ്മും ആർബിട്രറി ക്ലോസ് ആണെങ്കിൽ നമ്മൾ പറയും എഫിന് ഒരു ഇൻ്റഗ്രൽ ഉണ്ട്, അതുപോലെ എഫ് എന്ന് പറയുന്നത് ഇൻ്റഗ്രബിൾ ആണെന്ന് പറയും. അപ്പോൾ ഇനി ആ ഇൻ്റഗ്രൽ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. അപ്പം നമ്പർ ഐ സച്ച് ദാറ്റ് എൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു for all lower sums L and upper sums U is called the integral of f and is denoted by integral a to b f of x dx. ഇപ്പോൾ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ലോവർ സമ്മിനും അപ്പർ സമ്മിനും ഇടയിലുള്ള ഒരു വാല്യൂ ആണ്. നമ്മൾ ഐ എന്ന് പറഞ്ഞ നമ്പർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. ഐ എന്ന് പറയുന്നതാണ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ ഇതിൽ ഈ സിമ്പിൾ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ സൈൻ എന്ന് പറയും. അതുപോലെ എയും ബി എന്ന് പറയുന്നത് എൻഡ് പോയിന്റുകൾ അല്ലെങ്കിൽ ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ ആണ്. ഇനി ആർബിട്രറി ക്ലോസ് ടുഗദർ എന്ന് പറഞ്ഞാൽ എന്താ? ആർബിട്രറി ക്ലോസ് ടുഗദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എൽ എന്ന് പറയുന്നത് ലോവർ സമ്മും യു എന്ന് പറയുന്നത് അപ്പർ സമ്മും എൽ എന്നും യു എൻ ആയിട്ട് എടുക്കുക. എൽ എൻ അപ്പർ ലോവർ സമ്മും യു എൻ അപ്പർ സമ്മും ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആർബിട്രറി ക്ലോസ് ടുഗദർ ആണെങ്കിൽ ലോവർ സമ്മും അപ്പർ സമ്മും ആർബിട്രറി ക്ലോസ് ടുഗദർ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. ലിമിറ്റ് n tends to infinity u n minus l n എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതിൻ്റെ ഡിഫറൻസിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാം ലോവർ സമ്മും അപ്പർ സമ്മും ആർബിട്രറി ക്ലോസ് ടുഗദർ ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രലിൻ്റെ ഡെഫിനിഷൻ ശരിക്കും പറയാം. അപ്പോൾ ഗിവൺ എ ഫംഗ്ഷൻ എഫ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി, the integral of f, if it exists, is the number denoted by integral a to b f of x dx. അപ്പോൾ ഇൻ്റഗ്രൽ എന്ന് പറയുന്നതാണ് ഇൻ്റഗ്രൽ a to b f of x dx എന്ന് പറയുന്ന ആ നമ്പർ ആണ്. ആ നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. വിച്ച് സെപ്പറേറ്റ്സ് ദ അപ്പർ ആൻഡ് ലോവർ സമ്സ്. അത് അപ്പർ സമ്മിനെയും ലോവർ സമ്മിനെയും സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഈ നമ്പർ എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? സൈൻ്റെ ഏരിയ ആണ്. This number is the signed area of the region between the graph of f and x-axis. അപ്പോൾ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ശരിക്കും signed area of the region between the graph of f and the x-axis. അപ്പോൾ x-axisന് ഇടയിലും ആ ഗ്രാഫ് ഓഫ് എഫിൻ്റെ ഇടയിലുള്ള പോർഷൻ്റെ ആ റീജിയൻ്റെ ഏരിയ സൈൻഡ് ഏരിയ ആണ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഒരു തിയറാണ് നമ്മൾ ഇൻ്റഗ്രലിൻ്റെ എക്സിസ്റ്റൻസ് തിയറാണ്. എക്സിസ്റ്റൻസ് തിയറം. ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ദെൻ ഇറ്റ് ഹാസ് ആൻ ഇൻ്റഗ്രൽ. അപ്പോൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ, ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ആ ഫംഗ്ഷന് ഇൻ്റഗ്രൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് മുന്നേ പഠിച്ചിട്ടുള്ള തിയറം വെച്ചിട്ട് എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഓൾ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് ഹാവ് ഇൻ്റഗ്രൽ. ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അത് ഇൻ്റഗ്രബിൾ ആവും അല്ലേ?
all differentiable functions have integrals. അപ്പോൾ ഇതിൻ്റെ ഒരു കൊറോളറി പോലെയാണ് അത് വരിക. എല്ലാ ഡിഫറൻഷ്യബിൾ ഫങ്ഷൻസിനും ഇന്റഗ്രൽ ഉണ്ടാവും. പിന്നെ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് പ്രോബ്ലം ഇല്ലേ, അതിൽ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ ഡി എന്ന് പറയുന്നത് എന്താ വരിക, അതും ഇന്റഗ്രൽ തന്നെയാണ്. ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ഡി ടി. ഇവിടെ എഫ് എന്ന് പറയുന്നത് വെലോസിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ ഡി ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം, ഡെൽറ്റ ഡി ഈക്വൽ ടു ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ഡി ടി എന്ന് നമുക്ക് എഴുതാം. അപ്പം ഞാൻ 2-3 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവാണ്, നമുക്ക് നോക്കാം. പ്രോബ്ലം ഇതാണ്. ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 if 1 less than or equal to x less than 4, 5 if 4 less than or equal to x less than 7, 1 if 7 less than or equal to x less than or equal to 10. Then find integral 2 to 9 f of x dx. അപ്പോൾ 2 to 9 f of x dx ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ integral of f from 2 to 9 is equal to the signed area bounded by the graphs of f, അല്ലേ, graphs of f x-axis and the vertical lines x equal to 2 and x equal to 9. അപ്പോൾ ഇത്രയും പോർഷൻ്റെ ഇടയിലുള്ള പോർഷൻ്റെ സൈൻ്റെ ഏരിയ ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്, അല്ലേ. സിൻസ് എഫ് ഈസ് എ സ്റ്റെപ്പ് ഫംഗ്ഷൻ വിത്ത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 ആണ്. 2 തൊട്ട് 4 വരെ, 1 നമുക്ക് ഇവിടെ ആവശ്യമില്ല, 2 തൊട്ടേ ആവശ്യമുള്ളൂ. 2 less than or equal to x less than or equal to 4. ഇവിടെ ലെസ് ദാൻ 4 കൊടുത്താൽ മതി. ആൻഡ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5 ആണ്. എപ്പോഴാ 4 ലെസ് ദാൻ or equal to എക്സ് ലെസ് ദാൻ 7. അതുപോലെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണ്. 7 ലെസ് ദാൻ or equal to എക്സ് ലെസ് ദാൻ or equal to 9 വരെ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പം അത്ര ചെയ്തു. അപ്പോൾ the required area is the sum of the areas of the rectangles with the height 2 and width എത്ര വരും, 4 minus 2 and അടുത്തത് height 5 and width 7 minus 4 3 and height 1 and width 9 minus 7 2. അപ്പോൾ ഇങ്ങനെ എഴുതിയിട്ട് എഴുതുക. Therefore integral 2 to 9 f of x dx equal to ഫസ്റ്റത്തെ ഹൈറ്റ് 2 വിഡ്ത്ത് 2 പ്ലസ് രണ്ടാമത്തെ ഹൈറ്റ് 5 വിഡ്ത്ത് 3 അടുത്തതിൻ്റെ 1ഉം 2. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വരും 2 into 2 4, 5 into 3 15, 1 into 2 2. അപ്പോൾ 21 ആണ് നമ്മുടെ ഇൻ്റഗ്രലിൻ്റെ ആൻസർ വരിക. അപ്പോൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം ഇതാണ്. ഷോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഈസ് ഇൻ്റഗ്രബിൾ ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0, 1. ദെൻ ഇവാലുവേറ്റ് ദ ഇൻ്റഗ്രൽ. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ആണ്. ക്ലോസ്ഡ് ഇൻ്റർവെൽ 0, 1 നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്യും, ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0, 1 നമ്മൾ ആദ്യം ലോവർ സമ്മും അപ്പർ സമ്മും കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയുള്ള ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യണം. അതിനുശേഷം അതിന് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം, അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ ക്ലോസ്ഡ് ഇൻ്റർവെൽ 0, 1 സബ് ഇൻ്റർവെൽസ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യാണ്. ലെറ്റ് us divide the interval closed interval 0, 1 into n equal subintervals. n equal subintervals ആയിട്ട് പാർട്ടീഷൻ ചെയ്യുക വിത്ത് എ partitions of the form. എങ്ങനെ ചെയ്യുക, 0,
1/n n ആയിട്ട് പാർട്ടീഷൻ ചെയ്യണമെങ്കിൽ 1 മൈനസ് 0 എന്ത് വന്നു 1 ഡിവൈഡഡ് ബൈ n ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഇന്റർവെല്ലിന്റെ ലെങ്ത് നമുക്ക് കിട്ടി അല്ലേ. 1/n ആണ് ലെങ്ത്. അപ്പോൾ ഇതിന്റെ കൂടെ 0ന്റെ കൂടെ 1/n ആഡ് ചെയ്യുക, 1/nന്റെ കൂടെ 1/n ആഡ് ചെയ്ത് 2/n, അടുത്ത 3/n എക്സെട്ര n മൈനസ് 1/n ലാസ്റ്റ് n/n എന്ന് പറഞ്ഞാൽ 1. ഇങ്ങനെയാവും നമ്മുടെ പോയിന്റുകൾ അല്ലേ. വിത്ത് എ പാർട്ടീഷൻസ് ഓഫ് ദ ഫോം ഇത് എഴുതാം. ഡിഫൈൻ 2 സ്റ്റെപ്പ് ഫങ്ഷൻസ് g ആൻഡ് h ആസ് ഫോളോസ്. ജിയും എച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യണം. അപ്പൊ g ഓഫ് x എന്ന് പറയുന്നത് എന്ത് വരും? അപ്പൊ നമ്മുടെ ആദ്യത്തെ ഇന്റർവെൽ എടുക്കുക, എന്ത് വരും? i മൈനസ് 1/n എക്സ് ലെസ് ദാൻ i/n വരുമ്പോൾ ഈ ഇന്റർവെല്ലില് അല്ലേ. ഇപ്പൊ 1/n 2/n പറഞ്ഞ ഇന്റർവെല്ല്, അതുപോലെ 2/n 3/n പറഞ്ഞ ഇന്റർവെൽ അങ്ങനെ വരിക. അടുത്ത 2 ഇന്റർവെൽ അങ്ങനെയാ വരിക. അതുകൊണ്ട് ആ ഇന്റർവെല്ലില് ഫംഗ്ഷൻ വാല്യൂ എന്താവും, അതുപോലെ ഫോർ എക്സ് ഈക്വൽ ടു 1 ആവുമ്പോൾ എന്താവും എന്ന് കണ്ടുപിടിക്കണം. i എന്ന് പറയുന്നത് 1 2 3 എക്സെട്ര n. അപ്പൊ ഈ ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ വാല്യൂ ഇപ്പൊ നമ്മൾ ലോവർ സമ്മിന് വേണ്ടിയുള്ള ഫംഗ്ഷനാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട് ഈ ലോവർ ലിമിറ്റ് i മൈനസ് 1/n പറഞ്ഞ ഈ നമ്പറിന് ഫംഗ്ഷൻ വാല്യൂ കൊടുക്കുക. അപ്പൊ എന്ത് വരും? ഇത് എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ i മൈനസ് 1/n ഓൾ സ്ക്വയർ വരും. എക്സ് സ്ക്വയർ അല്ലേ. അപ്പൊ ഇങ്ങനെ എടുത്തു ഞാൻ എക്സ് ഈക്വൽ ടു 1 ആവുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ 1 തന്നെ. അപ്പൊ ഇതാണ് ലോവർ സമ്മിന്റെ ഫംഗ്ഷൻ. ഇനി അപ്പർ സമ്മിന്റെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിലോ ഇതേ ഇന്റർവെല് തന്നെ എടുക്കുക, i മൈനസ് 1/n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1/n എന്ന് വെച്ചാൽ എക്സിന്റെ വാല്യൂ ഇത് തൊട്ട് ഇതുവരെ ആവുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ വരാൻ പറ്റുന്ന ഫംഗ്ഷൻ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ വരാൻ പറ്റുന്നത് ഈ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴാണ് അല്ലെ. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴാണ് ഏറ്റവും ലോവസ്റ്റ് വാല്യൂ വരിക. ഇനിയിപ്പോ ഫംഗ്ഷൻ ഇതിപ്പോ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. ഇപ്പൊ ഈ ഫംഗ്ഷന്റെ വാല്യൂ എക്സിന്റെ വാല്യൂ കൂടുന്തോറും ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഈ ചെറുതെടുത്തത്. ഇനിയിപ്പോ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണെങ്കിൽ നമ്മൾ ഇത് എടുക്കേണ്ട വന്നേനെ. അപ്പൊ ഇതിപ്പോ ഇൻക്രീസിങ് ആയതുകൊണ്ട് ഇതിന്റെ ഏറ്റവും മാക്സിമം വരാവുന്നത് എക്സിന് i/n കൊടുക്കുമ്പോഴാണ്. i/n കൊടുക്കുമ്പോൾ എന്ത് വരും? i²/n² വരും. ഇനി എക്സ് 1 ആവുമ്പോൾ ഫോർ എക്സ് ഈക്വൽ ടു 1 ആവുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ 1 വരും. അപ്പൊ എച്ച് ഓഫ് എക്സും ജി ഓഫ് എക്സും നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി നമുക്ക് എന്ത് പറയാ? ഇവിടെ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? സിൻസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² for all x in closed interval 0 1 and for all I equal to 1 2 3 etc. n നമുക്കറിയാം i minus 1/n less than or equal to x less than i/n ആണ് നമുക്കറിയാം. അപ്പൊ എല്ലായിടത്തും സ്ക്വയർ എടുക്കുക. i minus 1/n² i minus 1 all square by n² less than or equal to x² less than i²/n² ആണ് നമുക്കറിയാം അല്ലെ. അപ്പൊ ഈ ഇന്റർവെല്ലില് i minus 1/n² ആണ് ചെറുത്, i²/n² ആണ് വലുത്. അതിന്റെ ഇടയിലുള്ള ഒരു വാല്യൂ ആണ് x² എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇന്റർവെല്ലിൽ ഇതെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ എടുത്തത്? g ഓഫ് എക്സ് ആണ്. ഇതോ എഫ് ഓഫ് എക്സ് ആണ്. ഇത് എച്ച് ഓഫ് എക്സ് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഇനീക്വാളിറ്റി ഇവിടെ കിട്ടി. g ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എച്ച് ഓഫ് എക്സ് എന്ന് കിട്ടി. ഇനി അതുപോലെ ഈക്വലും കൂടെ ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലെ. ലെസ് ദാൻ ഇവിടെ ലെസ് ദാൻ വരെ കിട്ടിയിട്ടുള്ളൂ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പൊ അതിനായിട്ട് 1ലുള്ള വാല്യൂ കണ്ടുപിടിക്കുക. g ഓഫ് 1 എത്രയാ? 1 ആണ്. h ഓഫ് 1 എത്രയാണ്? 1 ആണ്. എഫ് ഓഫ് 1 എത്രയാണ്? 1 ആണ്. അതുകൊണ്ട് നമുക്ക് ഇനീക്വാളിറ്റിനെ എങ്ങനെ എഴുതാം?
1ൽ മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. g of x, hence g of x less than or equal to f of x less than or equal to h of x നമുക്ക് എഴുതാം. ഇങ്ങനെ എഴുതാം. But thus the step function g of x lie below f of x and step function h of x lie above f of x. സ്റ്റെപ്പ് ഫംഗ്ഷൻ നമ്മൾ മുന്നേ വരച്ചിട്ടുണ്ടല്ലോ അല്ലേ? അപ്പം അത് വെച്ച് നോക്കുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ താഴെയാണ് ജി ഓഫ് എക്സിൻ്റെ സ്റ്റെപ്പ് ഫംഗ്ഷൻ വരിക. അതുപോലെ എച്ച് ഓഫ് എക്സിൻ്റെ സ്റ്റെപ്പ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഗ്രാഫിൻ്റെ മുകളിലാണ് വരിക. ഹെൻസ് എ ലോവർ സം എൽ for f on closed interval 0, 1 is the area under the graph of the step function g. അല്ലേ? അപ്പോൾ എൽ എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഓഫ് ദ സ്റ്റെപ്പ് ഫംഗ്ഷൻ ജി ആയിട്ട് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് കണ്ടുപിടിക്കാം. എൽ കണ്ടുപിടിക്കാം. g and is given by L equal to sigma I equal to 1 to n ki into delta xi, which is equal to sigma I equal to 1 to n ki എന്ന് പറയുന്നത് എന്താ? ഫംഗ്ഷൻ വാല്യൂ 1 മൈനസ് I മൈനസ് 1 ഹോൾ സ്ക്വയർ ബൈ n സ്ക്വയർ. പിന്നെ ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ I by n മൈനസ് I മൈനസ് 1 by n, which is equal to sigma I equal to 1 to n I minus 1 all square by n square. ഇതിൻ്റെ ഡിഫറൻസ് എന്ത് വരും? I മൈനസ് I എന്ന് പറയുമ്പോൾ അത് പോയി മൈനസ് 1 മൈനസ് 1 എന്ന് പറയുമ്പോൾ പ്ലസ് 1 ആവും. അപ്പോൾ 1 by n ആണ് ഇവിടെ വരിക. അപ്പോൾ നമുക്ക് n എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടൈം ആണ്. അപ്പോൾ 1 by n ക്യൂബ് നമുക്ക് പുറത്തെടുക്കാം. 1 by n cube into sigma I equal to 1 to n I minus 1 whole square. ഇതിനെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. 1 by n cube sigma I equal to 1 to n I square minus 2i plus 1 എഴുതാം അല്ലേ? അപ്പം ഇനി അതിന് വാല്യൂ കൊടുക്കുക. 1 by n cube into sigma I square. ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സിഗ്മ I equal to 1 to n I square minus 2 into sigma I equal to 1 to n I plus sigma I equal to 1 to n 1. ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ആൻസർ ആവും 1 by n cube sigma I square എന്ന് പറഞ്ഞാൽ എന്ത് വരും? n into n plus 1 into 2n plus 1 by 6 മൈനസ് 2 into സിഗ്മ I എന്ന് പറയുമ്പോൾ n into n plus 1 by 2. 2 2 കട്ടാക്കി കളയാം. പ്ലസ് 1 ആവുമ്പോഴോ 1ൻ്റെ സംഭവമ്പോൾ n കിട്ടും. അപ്പോൾ ഇതിൽ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നതൊക്കെ സിംപ്ലിഫൈ ചെയ്തെടുക്കുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ n into n plus 1 വരും, ഇവിടെ പ്ലസ് n വരും. നമുക്കൊരു n വേണമെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം അല്ല, n കോമൺ ആയിട്ട് എടുക്കാം. എല്ലായിടത്തും n ഉണ്ടല്ലോ. ഇവിടെ ഒരു n ഉണ്ട്, ഇവിടെ ഒരു n ഉണ്ട്, ഇവിടെ ഒരു n ഉണ്ട്. അപ്പോൾ n കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ n by n ക്യൂബ് വരും. ഒരു n കൂടെ കട്ടായി കഴിഞ്ഞാൽ 1 by n സ്ക്വയർ ഉണ്ടാവുള്ളൂ. ഞാൻ n എടുത്തു. n ക്യൂബിലെ ഈ ഒരു n-ഉം ഈ ഒരു n കൂടെ കട്ടായി കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? 1 by n സ്ക്വയർ ഉണ്ടാവുള്ളൂ. 1 by n സ്ക്വയർ ആവും ഇവിടെ. ബാക്കിയുള്ളത് n plus 1 into 2n plus 1 by 6. n plus 1 into 2n plus 1 by 6 minus n plus 1 plus 1 വരും. ഇത് വേണമെങ്കിൽ തമ്മിൽ ആഡ് ചെയ്യാം. നമുക്ക് ഇപ്പം തന്നെ ആഡ് ചെയ്യാം. ഇവിടെ മൈനസ് n മൈനസ് 1ഉം പ്ലസ് 1ഉം വരും അല്ലേ? മൈനസ് 1ഉം പ്ലസ് 1ഉം വരുമ്പോൾ അത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോയി. മൈനസ് n മാത്രമേ അവിടെ ഉള്ളൂ. മൈനസ് n മാത്രമേ.
ഇനി അങ്ങ് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. 1/n² ഇൻറ്റു, ഇത് വേണമെങ്കിൽ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 2n² പ്ലസ് n പ്ലസ് 2n. അപ്പോൾ എന്ത് വരും? പ്ലസ് 3n പ്ലസ് 1 മൈനസ് 6n ഡിവൈഡഡ് ബൈ 6. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താണ് 6n. അപ്പോൾ ഇവിടെ എന്ത് വരും? 2n² പ്ലസ് 3n മൈനസ് 6n മൈനസ് 3n വരും അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ വാല്യൂ എങ്ങനെ വരും? വിച്ച് ഈസ് ഈക്വൽ ടു 1/n² ഇൻറ്റു 2n² മൈനസ് 3n പ്ലസ് 1/6. അപ്പോൾ ഈ 1/n² ഉള്ളിലോട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഞാൻ 1/n² ഉള്ളിലോട്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. 1/6 അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. 1/6 അവിടെ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ ഓരോന്നുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1/n², 2/6n², n²/n² പറയുമ്പോൾ n²n² കട്ടായിപ്പോയി. 2/6 എന്ന് പറയുമ്പോൾ 1/3 വരും. മൈനസ് 3/6 3n/6n² എത്ര വരും? n കട്ടായിപ്പോയി, 3യും ഇതും കട്ടായിപ്പോയി, 1/2n വരും. ഇനി അടുത്ത പ്ലസ് 1/6n², 1/6n². അപ്പം ഇതാണ് നമ്മുടെ ലോവർ സം എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? അപ്പർ സമ്മും കണ്ടുപിടിക്കുക. ലോവർ സം കണ്ടുപിടിച്ച പോലെ തന്നെ അപ്പർ സം എന്ന് പറയുന്നത് എന്താണ്? എച്ച് എന്ന് പറയുന്ന സ്റ്റെപ്പ് ഫംഗ്ഷന്റെ സമ്മേഷനാണ്, ഏരിയ ആണ് അല്ലേ? എച്ച് എന്ന് പറയുന്ന സ്റ്റെപ്പ് ഫംഗ്ഷന്റെ ഏരിയ ആണ്. Similarly, an upper sum m for f on closed interval 0, 1 is the area under the graph of the step function h and is given by m equal to sigma I equal to 1 to n mi into delta xi. ഇപ്പം mi എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ കൊടുത്തിട്ടുള്ള വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. സിഗ്മ i equal to 1 to n എന്തായിരുന്നു? I²/n² തന്നെയാണ്. ഡിഫറൻസ് i/n മൈനസ് i-1/n ആണ്. നേരത്തെ കണ്ടുപിടിച്ചു അത് 1/n ആണെന്ന്. അപ്പൊ ഇതിനെ എടുത്തു കഴിഞ്ഞാൽ സിഗ്മ 1/n³ പുറത്തെടുക്കാം. സിഗ്മ i equal to 1 to n i² മാത്രമേ വരുന്നുള്ളൂ. which is equal to 1/n³ into sigma i² എന്ന് പറഞ്ഞാൽ എന്ത് വരും? n into n plus 1 into 2n plus 1/6. എന്നിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. ഈ n-ഉം n³ കൂടെ കട്ടായി കഴിഞ്ഞാൽ ബാക്കി n² ഉള്ളൂ. അപ്പോൾ n plus 1 into 2n plus 1/6n². ഒരു n കട്ട് ചെയ്ത് കളഞ്ഞു. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 2n² പ്ലസ് 3n പ്ലസ് 1/6n². സിംപ്ലിഫൈ ചെയ്യുക. 2n²/6n² എന്ത് വരും? 1/3 വരും. 3n/6n² എന്ന് പറയുന്നത് 1/2n വരും. ഇത് 1/6n² വന്നു. അപ്പം നമുക്ക് അപ്പർ സം എന്ന് പറഞ്ഞ് കിട്ടിയത് എന്താണ്? 1/3 പ്ലസ് 1/2n പ്ലസ് 1/6n². ഇതാണ് നമ്മുടെ അപ്പർ സം കിട്ടിയത്. അപ്പർ സം എളുപ്പത്തിൽ കിട്ടി ആ ഫംഗ്ഷൻ ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? രണ്ടും കൂടെ കമ്പയർ ചെയ്യാം. ലോവർ സമ്മും അപ്പർ സമ്മും എങ്ങനെ എഴുതാം? Therefore, ലോവർ സമ്മിന്റെ വാല്യൂ 1/3 മൈനസ് 1/2n പ്ലസ് 1/6n² എന്ന് പറഞ്ഞത് ഈക്വൽ ടു ലോവർ സം ആണ്. വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 f of x ആണ്. വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ആയിരിക്കും.
എമ്മിൻ്റെ വാല്യൂ എന്താണ്? 1/3 പ്ലസ് 1/2n പ്ലസ് 1/6n² ആണ്. അപ്പം ഇങ്ങനെ ഒരു ഇനീക്വാളിറ്റി നമുക്ക് കിട്ടും അല്ലേ? ഇനി ഈ n എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്താൽ, ലെഫ്റ്റിലും റൈറ്റിലും ഇതിൽ രണ്ടിലും n എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്താൽ നമുക്കുള്ള ഇൻ്റഗ്രൽ വാല്യൂ കിട്ടും. മേക്കിംഗ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ബോത്ത് ലോവർ ആൻഡ് അപ്പർ സം ഫോർ f ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ 0, 1 അപ്രോച്ചസ് ഇത് വരും. n ഇൻഫിനിറ്റി വരുമ്പോൾ 1/∞0, 1/∞0, 1/3 വരും. ഇവിടെ 1/∞0, 1/∞0, 1/3 രണ്ടും 1/3 approaches 1/3. Hence f is integrable on closed interval 0, 1 and integral value എന്ന് പറയുന്നത് എന്ത് വരും? and integral 0 to 1 f of x dx equal to integral 0 to 1 x² equal to എന്ത് വരും? 1/3. രണ്ടിൻ്റെ ലിമിറ്റ് 1/3 ആയപ്പോൾ നമുക്ക് എന്ത് ഇൻ്റഗ്രൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/3 ആണ് എന്ന് വെച്ചാൽ അതിൻ്റെ വാല്യൂ 1/3 തന്നെയാണ്. അപ്പോൾ നമുക്ക് അല്ലാതെ തന്നെ നോക്കി നമുക്കറിയാം ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ത് വരും? x³/3 വരും. 1 കൊടുത്തു കഴിഞ്ഞാൽ 1/3. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലോവർ സമ്മും അപ്പർ സമ്മും വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ നമുക്ക് 2 ക്വസ്റ്റ്യനും കൂടെ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. യൂസിങ് എ ഡിവിഷൻ ഓഫ് ദ ഇൻ്റർവൽ ക്ലോസ്ഡ് ഇൻ്റർവൽ 1 to 2 into 3 equal parts. Find integral 1 to 2 1/x dx to within an error of not more than 1/10. അപ്പോൾ എറർ 1/10 എന്ന് വെച്ചാൽ ഇൻ്റർവെലിൻ്റെ ആക്ച്വൽ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്ന വാല്യൂമായിട്ട് 1/10 എറർ കുറവ് വേണം. അപ്പോൾ ഈ ഇൻ്റർവെലിനെ 3 ഈക്വൽ സബ് ഇൻ്റർവെൽ ആയിട്ട് പാർട്ടീഷൻ ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ലോവർ സം അപ്പർ സം കണ്ടുപിടിക്കുക, ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിക്കുക. എറർ ഉണ്ടാവാം, ആക്ച്വൽ വാല്യൂ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ 3 ഈക്വൽ സബ് ഇൻ്റർവെൽ ആയിട്ട് പാർട്ടീഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഓരോ ഇൻ്റർവെൽ, ഇപ്പോൾ ഫസ്റ്റത്തെ ഇൻ്റർവെൽ എങ്ങനെ വരും? 3 ഈക്വൽ ആക്കാൻ 2 - 1/3 ആണ് ചെയ്യേണ്ടത് അല്ലേ? 2 - 1 എന്ന് പറയുമ്പോൾ 1/3 ആണ് വരിക. അപ്പോൾ ഇൻ്റർവെലിൻ്റെ ലെങ്ത് 1/3 വരും. അപ്പോൾ ഫസ്റ്റത്തെ ഇൻ്റർവെൽ ലെങ്ത്, അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഇൻ്റർവെൽ എന്ത് വരും? 1 തൊട്ട് 1/3 ആഡ് ചെയ്യണം അല്ലേ? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ 1ൻ്റെ കൂടെ 1/3 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4/3. ഇനി അടുത്ത ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ 4/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ അതിൻ്റെ കൂടെ 1/3 ആഡ് ചെയ്യുക, 5/3. അടുത്ത ഇൻ്റർവെൽ എങ്ങനെ വരും? 5/3 ഇത് മുതൽ 6/3 എന്ന് പറഞ്ഞാൽ 2. അപ്പം നമുക്ക് കറക്റ്റായി കിട്ടിയല്ലോ. അപ്പം ഇങ്ങനെയാണ് ഇൻ്റർവെൽ ആയിട്ട് കണ്ടുപിടിക്കുന്നത് അല്ലേ? ഈ 2 - 1 ഡിവൈഡ് ബൈ എത്ര ഇൻ്റർവെൽ ആക്കണം? 3 ഇൻ്റർവെൽ ആക്കണം. അതുകൊണ്ട് നമ്മുടെ ഇൻ്റർവെലിൻ്റെ ലെങ്ത് കിട്ടി 1/3 ആണ്. അപ്പോൾ 1ൻ്റെ കൂടെ 1/3 ആഡ് ചെയ്താൽ അടുത്തത് കിട്ടും. 4/3ൻ്റെ കൂടെ 1/3 ആഡ് ചെയ്താൽ അടുത്തത് കിട്ടും. 5/3ൻ്റെ കൂടെ 1/3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ലോവർ സം അപ്പർ സമ്മും ഈ ഇൻ്റർവെല്ലിൽ ഇവാലുവേറ്റ് ചെയ്ത് എഴുതാം. അപ്പം ടു എസ്റ്റിമേറ്റ് ദ ഇൻ്റഗ്രൽ വിത്തിൻ 1/10 we must find the lower and upper sums which are within 2/10 of one another. Let us divide the interval closed interval 1 2 into 3 equal parts using the partitions 1 4/3 5/3 2 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതാണ്. And divide step functions g and h as follows. G of x equal to 1 less than or equal to x less than 4/3 g of x ന്റെ വാല്യൂ എന്താ വരിക? അപ്പോൾ ഇതിൽ
1/x ആണ് നമ്മുടെ ഫംഗ്ഷൻ അല്ലേ. എക്സ് കൂടുന്തോറും 1/x എന്താ ചെയ്യുക, കുറയുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിലെ മിനിമം വാല്യൂ ആണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ എക്സ് കൂടുന്തോറും 1/x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വാല്യൂ കുറയുന്നത് കൊണ്ട് ഇപ്പം ഏറ്റവും വലിയ എക്സിന്റെ വാല്യൂ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. എന്ന് വെച്ചാൽ 4/3 ആണ് എക്സിന് കൊടുക്കേണ്ടത്. 1/4/3 എത്ര വരും? 3/4 വരും. മനസ്സിലായോ? ഇവിടെ 1/x എന്ന് പറഞ്ഞതാണ് നമ്മുടെ ഫംഗ്ഷൻ. അത് ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്, അതുകൊണ്ട് എക്സിന് മാക്സിമം വാല്യൂ ആണ് കൊടുക്കേണ്ടത്. അടുത്തതിലോ എക്സിന് 5/3 കൊടുത്താൽ 3/5. എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ 1/2. അപ്പം ജി ഓഫ് എക്സ് കിട്ടി. ഇനി അതുപോലെ എച്ച് ഓഫ് എക്സും കൂടെ ഡിഫൈൻ ചെയ്യാം. എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ഇന്റർവെല്ലിൽ ഏറ്റവും ചെറിയ വാല്യൂ കൊടുത്താലാണ് നമുക്ക് മാക്സിമം വാല്യൂ കിട്ടും. 1/1 1 കിട്ടും. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 4/3. 4/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 5/3 4/3 കൊടുക്കുക. അപ്പോൾ നമുക്ക് 3/4 കിട്ടും. 5/3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഈ ഇന്റർവെല്ലാണെങ്കിൽ ഫംഗ്ഷൻ വാല്യൂ എന്ത് വരും? 3/5. ഈ വാല്യൂ ആണ് കൊടുക്കുക, 3/5. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ വാല്യൂസ് ഇങ്ങനെ എടുത്തു. നമ്മൾ ലോവർ സമ്മിനുള്ളതും അപ്പർ സമ്മിനുള്ളതും ഡിഫൈൻ ചെയ്തു. ഇനി എന്ത് ചെയ്യുക? ഓരോ ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ ഒന്ന് കമ്പയർ ചെയ്യുക. ഓരോ ഇന്റർവെൽ എടുക്കുക, ഫംഗ്ഷൻ കമ്പയർ ചെയ്ത് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫോർ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 4/3 1/x എന്ന് പറയുന്നത് എന്ത് വരും? 1/x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1ഉം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3/4 ആയിരിക്കും അല്ല. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഈ സൈൻ നേരെ തിരിച്ചാവും. സോ ജി ഓഫ് എക്സ് ആണ് 3/4 എടുത്ത്. ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ ഈക്വൽ ടു ഇതിനാ വരിക, ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് ഇങ്ങനെ എഴുതാം. അതുപോലെ അടുത്ത ഇന്റർവെൽ എടുക്കുക. 4/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5/3 റെസിപ്രോക്കൽ എടുത്ത 3/5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3/4 വരും. സോ ഇവിടെയും ജി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് ആണ്. അടുത്ത ഇന്റർവെൽ എടുക്കുക. 5/3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/x ലെസ് ദാൻ 3/5 കിട്ടും. അപ്പോൾ ഇവിടെയും ഇതുപോലെ തന്നെയാണ്. ജി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എച്ച് ഓഫ് എക്സ്. അപ്പോൾ ഇനി നമുക്ക് ഈക്വൽ ടു സൈൻ വരണമെങ്കിൽ എന്ത് ചെയ്യും നോക്കാം. ഈക്വൽ ടു സൈൻ നമുക്കിവിടെ വരുത്തിക്കൂടെ? അതുകൊണ്ട് നമുക്കിത് എല്ലാം കൂടെ നോക്കിയിട്ട് നമുക്ക് പറയാം. therefore f of g of x less than or equal to f of x less than or equal to h of x for all x belongs to closed interval 1 2 എന്ന് കൺക്ലൂഡ് ചെയ്യാം. പിന്നെ നമുക്കതുപോലെ ലോവർ സമ്മും അപ്പർ സമ്മും ഇവാലുവേറ്റ് ചെയ്യാൻ പോവാണ്. ഹെൻസ് ഫോർ എ ലോവർ സം വി ഹാവ് integral 1 to 2 g of x dx. എന്ത് വരും? ഫസ്റ്റത്തെ ഇന്റർവെല്ലിലെ ഫംഗ്ഷൻ വാല്യൂ 3/4 ആണ്.
അവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് 4/3 മൈനസ് 1 പ്ലസ് അടുത്ത ഫംഗ്ഷൻ വാല്യൂ 3/5 ആണ്. ഡിഫറൻസ് എന്ന് പറയുന്നത് 5/3 മൈനസ് 4/3. അടുത്ത ഫംഗ്ഷൻ വാല്യൂ 1/2 ആണ്. ഡിഫറൻസ് എന്ന് പറയുന്നത് 2 മൈനസ് 5/3. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കുക. ഇവിടെ 3/4 ഇൻറ്റു 1/3, 3/5 ഇൻറ്റു 1/3, 1/2 ഇൻറ്റു 1/3. എല്ലാം 1/3 ആണ് വരുന്നത്. 1/3 കോമൺ ആയിട്ട് എടുത്തു. 3/4 പ്ലസ് 3/5 പ്ലസ് 1/2 ചെയ്ത് കഴിഞ്ഞാൽ 37/60 കിട്ടും. ഇതുപോലെ അപ്പർ സമ്മും കണ്ടുപിടിക്കുക. ഫോർ ആൻ അപ്പർ സം വി ഹാവ് ഇന്റഗ്രൽ 1 to 2 h of x dx കണ്ടുപിടിക്കുക. which is equal to 1 into 4/3 minus 1. എല്ലാം ഡിഫറൻസും 1/3 ആണ്. നമ്മൾ കോമൺ ഡിഫറൻസ് ആണല്ലോ എടുത്തത്. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതാൻ പോവാണ്. 1 പ്ലസ് 3/4 പ്ലസ് അടുത്ത ഫംഗ്ഷൻ വാല്യൂ 3/5. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 47/60. അപ്പോൾ രണ്ട് ലോവർ സമ്മും അപ്പർ സമ്മും നമുക്ക് കിട്ടി. അപ്പോൾ ഇതിൽ ഏതാ വലുത് ചെറുത് നമുക്കറിയാലോ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? Hence it follows that 37/60 less than or equal to integral 1 to 2 f of x dx less than or equal to 47/60. അപ്പോൾ ഈ രണ്ട് വാല്യൂസിന് ഇടയിലുള്ളൊരു വാല്യൂ ആണ് വരിക അല്ലേ? അപ്പോൾ സിൻസ് ദ ഇന്റഗ്രൽ ലൈസ് ഇൻ ദ ഇന്റർവൽ 37/60, 47/60 ഈ ഇന്റർവെല്ലാണ് ഇന്റഗ്രൽ ഉള്ളത്. ഹൂസ് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫറൻസ് എടുക്കുക. അപ്പോൾ ഇതൊരു 10/60 എന്ന് വെച്ചാൽ 1/6 വരും. അതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 1/6 ആണ് വരിക. അപ്പോൾ 1/6 എന്ന് പറയുന്നത് 1/10 ചെറുതാണ്. അപ്പോൾ വി മേ ടേക്ക് ദ മിഡ് പോയിന്റ്. നമ്മുടെ ഇന്റഗ്രൽ വാല്യൂ ആയിട്ട് നമുക്ക് മിഡ് പോയിന്റ് ആയിട്ട് എടുക്കാം. വി മേ ടേക്ക് ദ മിഡ് പോയിന്റ്. എത്ര വരും? മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്താൽ മതി 2 കൊണ്ട്. അപ്പോൾ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞത് 42/60 വരും. രണ്ടും കൂടെ ആഡ് ചെയ്താൽ 37 പ്ലസ് 47/60 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 42/60 വരും. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? ഇതാണ് അവർ എസ്റ്റിമേറ്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. 42/60 എന്ന് പറഞ്ഞാൽ എത്രയാ? 7 കൊണ്ട് നമുക്ക് 7/10 6 കൊണ്ട് കട്ട് ചെയ്ത് ഞാൻ. അപ്പോൾ ഇറ്റ് വിൽ ഡിഫർ ഫ്രം ദ ട്രൂ വാല്യൂ ഓഫ് ദ ഇന്റഗ്രൽ ബൈ നോട്ട് മോർ ദാൻ. ട്രൂ വാല്യൂ എന്താണ്? 1/x എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഇന്റഗ്രൽ വാല്യൂ എന്ത് വരും? ഈ ഇന്റർവെല്ലാണെങ്കിൽ 1/12 ആണ് വരിക കേട്ടോ. ട്രൂ വാല്യൂ എന്ന് പറഞ്ഞാൽ 1/12 ആണ്. ട്രൂ വാല്യൂ ആണെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാം. ട്രൂ വാല്യൂ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താവണം? 1/10 ചെറുതാവണം എന്നാ പറഞ്ഞിട്ടുള്ളത്. ട്രൂ വാല്യൂ 1/x-ന്റെ ഇന്റഗ്രേഷൻ മൈനസ് 1/x² 1 to 2. 2 കൊടുത്തു കഴിഞ്ഞാൽ -1/4 മൈനസ് 1 കൊടുത്തു കഴിഞ്ഞാൽ +1 വരും. 1 മൈനസ് 1/4 എന്ന് പറയുമ്പോൾ എത്ര കിട്ടുക? 4 മൈനസ് 1 3/4 ഇതാണ് കിട്ടുക. 3/4ഉം 7/10 തമ്മിലുള്ള ഡിഫറൻസ് നോക്ക്. 30 മൈനസ് 7 എന്ന് പറയുമ്പോൾ 23/40.
അപ്പോൾ ആക്ച്വൽ വാല്യൂ ഇത് തമ്മിലുള്ള ഡിഫറൻസ് അങ്ങനെ എടുക്കണമെന്ന് നിർബന്ധമില്ല. കാരണം എന്തായാലും ഇപ്പം നമ്മൾ ഈ ഇന്റർവെല്ലിന്റെ ലെങ്ത് നമ്മൾ 1/6 ആണെന്ന് കണ്ടിരുന്നു. പിന്നെ അതിന്റെ മിഡ് പോയിന്റ് ആണ് നമ്മളിപ്പോൾ എടുത്തത്. മിഡ് പോയിന്റ് എടുക്കുമ്പോൾ 1/2 എടുത്തു. അപ്പോൾ എന്തായാലും ഈ 1/12 ആണ് ഇവിടെ വരിക. അപ്പോൾ ഇതിനേക്കാളും എന്തായാലും കൂടുതലാവില്ലെന്ന് ഉറപ്പാണ്. അത് നോക്കിയാൽ മതി. അല്ലാതെ നിങ്ങൾ വാല്യൂ കണ്ട് ഡിഫറൻസ് കാണണമെന്ന് നിർബന്ധമല്ല. എന്ന് വെച്ചാൽ ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് ഇതിന് 1/12 അത്രയും ഡിഫറൻസിനേക്കാളും കൂടുതൽ വരൂല എന്തായാലും. കാരണം ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് തന്നെ 1/6 ആണ്. ഞാൻ അതിന്റെ മിഡ് പോയിന്റ് ആണ് ഇന്റഗ്രൽ വാല്യൂ ആണ് എടുത്തത്. അപ്പോൾ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലേ. അപ്പോൾ ഇറ്റ് വിൽ ഡിഫർ ഫ്രം ദ ട്രൂ വാല്യൂ ഓഫ് ദി ഇന്റഗ്രൽ ബൈ നോട്ട് മോർ ദാൻ 1/2 into 1/6 which is equal to 1/12 which is less than 1/10. 1/12 എന്ന് പറഞ്ഞാൽ 1/10നേക്കാളും ചെറുതാണ്. അതുകൊണ്ട് നമുക്ക് ഇതായിട്ട് എടുക്കാം. ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് ഈ മിഡ് പോയിന്റിലുള്ള വാല്യൂ ആയിട്ട് എടുക്കാം. കാരണം എറർ 1/10നേക്കാളും ചെറുതാണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ല. ഇവിടുത്തെ എറർ 1/12 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ 1/10നേക്കാളും ചെറുതാണ്. അപ്പോൾ വാല്യൂ കണ്ടിട്ട് ഡിഫറൻസ് കാണണമെന്നില്ല, ഇങ്ങനെ ചെയ്താൽ മതി. ഇത് തമ്മിലുള്ള ഡിഫറൻസ് 1/6 ആണ്. അതിന്റെ മിഡ് പോയിന്റ് എടുത്തു കഴിഞ്ഞപ്പോൾ 1/6 into 1/12 എടുക്കുക. അപ്പം അങ്ങനെ ചെയ്യാം. അപ്പോൾ ഒരു പ്രോബ്ലം കൂടെ ചെയ്യണമായിരുന്നു. നെക്സ്റ്റ് നമ്മൾ ക്ലാസ്സിൽ റീമാൻ സംസ് ആണ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ആ പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.